പ്രേക്ഷകർക്ക് ഗുഡ് ന്യൂസ് ധർമ്മരാജൻ്റെ നമസ്കാരം. ദൈവത്തിന് നാം എവിടെയാണ് ആലയം പണിയുന്നത്? ഒരു ഗാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് മനസ്സിലാക്കി നിങ്ങൾ ദൈവത്തിന് ആലയം പണിയും. രാമനെന്ന ബ്രഹ്മത്തിനു പണിയേണ്ട രാജ്യം ഏത്? തന്നിലല്ലോ പണിയേണം കർമ്മമാർഗത്താലതീന്. തന്നിലല്ലോ പണിയേണം കർമ്മമാർഗത്താലതീന്. കൃഷ്ണനെന്ന ദൈവത്തിനു പണിയേണ്ട ക്ഷേത്രമേത്? കൃഷ്ണനെന്ന ദൈവത്തിനു പണിയേണ്ട ക്ഷേത്രമേത്? തന്നിലല്ലോ പണിയേണം കർമ്മമാർഗത്താലതീന്. തന്നിലല്ലോ പണിയേണം കർമ്മമാർഗത്താലതീന്. യാഹ് എന്ന ദൈവത്തിനു പണിയേണ്ട പള്ളിയേത്? യാഹ് എന്ന ദൈവത്തിനു പണിയേണ്ട പള്ളിയേത്? തന്നിലല്ലോ പണിയേണം കർമ്മമാർഗത്താലതീന്. തന്നിലല്ലോ പണിയേണം കർമ്മമാർഗത്താലതീന്. അല്ല എന്ന ദൈവത്തിനു പണിയേണ്ട മസ്ജിദേത്? അല്ല എന്ന ദൈവത്തിനു പണിയേണ്ട മസ്ജിദേത്? തന്നിലല്ലോ പണിയേണം കർമ്മമാർഗത്താലതീന്. തന്നിലല്ലോ പണിയേണം കർമ്മമാർഗത്താലതീന്. പണ്ടു രാമൻ എന്ന രാജൻ സീതയോടു മോഹം തോന്നി. ഈ സീത തൻ്റെ വില്ലൊടിച്ചു രാമനിൽ വസിച്ചുവല്ലോ. സീത തൻ്റെ വില്ലൊടിച്ചു രാമനിൽ വസിച്ചുവല്ലോ. നിന്നിലുള്ള വില്ലൊടിച്ച് രാമനോടു ചേർന്നിടുമ്പോൾ, നിന്നിലുള്ള വില്ലൊടിച്ച് നീ രാമനോടു ചേർന്നിരുമ്പോൾ, നിന്നിൽ തന്നെ രാമരാജ്യം വന്നിടും. എല്ലാ ദുഃഖവും മൂറവിളിയും നീങ്ങിടും. ഈ സത്യം അറിയണമെങ്കിലേ 5-ാം വേദം പഠിക്കണം, സത്യങ്ങൾ നീ അറിയണം. 5-ാം വേദം പഠിക്കണം, സത്യങ്ങൾ നീ അറിയണം. അന്ധകാരം വന്നിടുവാൻ കാലമായി, സൂര്യചന്ദ്രന്മാരും ഇളകിടാൻ നേരമായി. രാമനെന്ന ബ്രഹ്മത്തിനു പണിയേണ്ട രാജ്യം ഏത്? രാമനെന്ന ബ്രഹ്മത്തിനു പണിയേണ്ട രാജ്യം ഏത്? തന്നിലല്ലോ പണിയേണം കർമ്മമാർഗത്താലതീന്. തന്നിലല്ലോ പണിയേണം കർമ്മമാർഗത്താലതീന്.